മാഡം നമുക്ക് ഓരോരുത്തർക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. മാഡം ഒന്ന് പറഞ്ഞതല്ലേ മാം വരാൻ ലേറ്റ് ആയാലും പ്രയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളാം. അപ്പൊ ആരാണ് പ്രയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളാം നമുക്ക്? മാം ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യടാ. അപ്പൊ എല്ലാരും വന്നിട്ടുണ്ടല്ലോ, ഉള്ളവർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മാം ഒന്ന് ജോയിൻ ചെയ്തോളൂ. ഓക്കെ. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. മിണ്ടുന്നതെല്ലാം മധുരമാവേണം, നന്മകൾ മാത്രം തോന്നേണം. മിണ്ടുന്നതെല്ലാം മധുരമാവേണം, നന്മകൾ മാത്രം തോന്നേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. തോട്ട് ഫോർ ദ ഡേ ഞാനാണ് രേവതി. യുവർ ആറ്റിറ്റ്യൂഡ് ഷേപ്സ് യുവർ റിയാലിറ്റി. അതായത് നമ്മുടെ തോട്ടാണ് നമ്മുടെ ഈ ലൈഫിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. സൈന് ഞാൻ ചെയ്യാം. സൗമ്യ സയൻസ് ആണ്. Clap your hands, clap your hands, listen to the music and clap your hands. Roll your hands, roll your hands, listen to the music and roll your hands. Stamp your feet, listen to the music and stamp your feet. Jump up high, listen to the music and jump up high. Turn around, listen to the music and turn around. Thank you, Miss. Good afternoon, Miss. Good afternoon. Okay, good afternoon to all. So, Ranzina, Revati and Soumya ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളോടെയാണ് അല്ലേ? ഓക്കെ, ഫൈൻ. സോ എല്ലാവരും ഇതുപോലെ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഓരോ ബാച്ച് ഇപ്പൊ തീരാറാവുമ്പോ അവരൊക്കെ ഇങ്ങനെ മടിയാണ്. പ്രയറൊക്കെ സൈലന്റ് പ്രയറിലേക്കൊക്കെ പോവാറുണ്ട് ചില സമയത്ത് ആരും ഇല്ലാതെ വരുമ്പോ. ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യാം, അതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ നമ്മൾ എന്തായിരുന്നു ലാസ്റ്റ് ക്ലാസ് പറഞ്ഞേ? Yes, once again very good afternoon to all. Last class എന്തായിരുന്നു? Where were we? First aid. എന്തോ? ഫസ്റ്റ് എയ്ഡ് PDF ഫസ്റ്റ് എയ്ഡ് ആയിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ? ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞോ? PDF ഉണ്ടായിരുന്നില്ല, അത് മാം പറഞ്ഞോണ്ടിരിക്കുന്നു. ഓക്കെ, അത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് റൈറ്റ്? അതെ അതെ. നിങ്ങൾക്ക് ആ PDF ഞാൻ ഷെയർ ചെയ്തിരുന്നോ? മറന്നു തോന്നുന്നു. ഷെയർ ചെയ്തിരുന്നു, പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കഴിഞ്ഞ ക്ലാസ് നമ്മുടെ വേറൊരു നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അത് PDF ഒക്കെ വായിച്ചു നോക്കിയോ? സമയം കിട്ടിയോ? നോ പ്രോബ്ലം, കുഴപ്പമില്ല, ഞാൻ ചോദിച്ചത് മാത്രം. നമുക്ക് ആ പാർട്ട് നമ്മുടെ എക്സാമിന് ഉണ്ടാവോ? ഏത് പാർട്ടാണ് മാം PDF ഷെയർ ചെയ്ത പാർട്ട്? ഇപ്പം സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഞാൻ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ക്ലാസ് എടുത്തിട്ടുള്ളവർക്കൊക്കെ അതിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അത് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ, ദാറ്റ്സ് ഓൺലി. അത് ക്വസ്റ്റ്യൻ
ഒരു PFA കൊടുക്കുന്ന ആള് എങ്ങനെയുള്ള ആളായിരിക്കണം, ലൈക്ക് ദാറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ PFA എന്താന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. പിന്നെ എങ്ങനെയുള്ള ആളുകൾക്കാണ് PFA ആവശ്യം, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, അതൊക്കെയാണ്. ഓക്കെ, സോ എന്തോ ക്ലാസ്സിൽ ചെയ്യാനാണോ ഞാൻ പറഞ്ഞത്? സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിനെ സമ്മറൈസ് ചെയ്യണോ? സമറൈസ് ചെയ്യാൻ റെഡിയാണോ രവതി? ആ മാം, ചെറുതായിട്ട് ബ്രീഫ്ലി ജസ്റ്റ് ഞാൻ വായിച്ചു പോയിട്ടുള്ളതിന്റെ ബേസിസിലാണെങ്കിൽ പറയൂ, നമുക്ക് ആഡ് ചെയ്യാലോ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോ പ്രോബ്ലം. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ PFA എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം വരുന്നത്. അതൊരു ഹ്യൂമൻ ഒരു സപ്പോർട്ടീവ് പ്രാക്ടിക്കൽ അപ്രോച്ച് ആണ്, ഹെൽപ്പിംഗ് പീപ്പിൾ ഇൻ ഇമ്മീഡിയറ്റ് ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ, ഒരു ട്രോമാറ്റിക് ഇവന്റ് അങ്ങനെ നടക്കുമ്പോൾ ആൾക്ക് ഫസ്റ്റ് കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്. സപ്പോർട്ടീവ് അത് പ്രാക്ടിക്കലി അപ്രോച്ച് ചെയ്യുന്ന ഹെൽപ്പിംഗ് പീപ്പിൾ ആണ്. അതുപോലെ അത് എയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റെഡ്യൂസസ് ഇനിഷ്യൽ ഡിസ്ട്രസ്, പിന്നെ പ്രൊമോട്ട് ചെയ്യും, ഇമോഷണൽ സപ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ ഒരു ഇമീഡിയറ്റ് നീഡ് നമുക്കവിടെ അവർക്ക് കൊടുക്കാൻ നീഡ് ആയിട്ടുള്ള ആ ഒരു ടൈമിന് അവർക്ക് ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ടാണ്. അത് ഏത് രീതിയിലും, അതായത് ട്രോമാറ്റിക് ഇവന്റ് നടക്കുമ്പോൾ, ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ ഒരു പേഴ്സണ് ഏറ്റവും ഫസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ PFA എന്ന് പറയുന്നത്. താങ്ക് യു. നോർമൽ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡിന്റെ കാര്യം പറഞ്ഞു അല്ലേ, ആ ഒരു ഇമ്മീഡിയറ്റ് നമ്മുടെ അലേർട്ട്നെസ്, നമ്മൾ എംപത്തറ്റിക്കലായിരിക്കണം. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇച്ചിരി കൂടുതൽ വേണം തന്നെ പറയാം. കാരണം ഒരു സാധാരണ ഒരു ആക്സിഡന്റ്, ഒരു ഇഞ്ചുറി ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് പിന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കും. അവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും എല്ലാം കിട്ടും, ഹീലാകും, വീട്ടിൽ വരുന്നു, ബാക്ക് ടു ഹെൽത്ത് എന്നുള്ളത് വരും. പക്ഷെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ ബിയോണ്ട് ദാറ്റ്, അതിനും അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഓക്കെ, അതൊരു ഇന്റർവെൻഷൻ ആണല്ലേ, ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ഫോർ നീഡി പീപ്പിൾ, ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടുന്ന ഒരു ഇന്റർവെൻഷനാണ് PFA എന്ന് പറയുന്നത്. അത് കുട്ടികളുണ്ടാകാം, അഡൽട്സ് ഉണ്ടാകാം, ഫാമിലീസ് വരാം, ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം, അങ്ങനെ വുമൺ, അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാർ അതിൽ വരാം. അത് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ, ഒരു അപകടം, നാച്ചുറൽ കലാമിറ്റീസ് സംഭവിച്ച് അങ്ങനെ നടക്കാം. അങ്ങനെ ഉണ്ടാകുന്ന ട്രോമയിലേക്ക് പോകാം ആളുകൾ, അവരുടെ നഷ്ടങ്ങൾ, തീരാ നഷ്ടങ്ങൾ ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ ട്രോമയിലേക്ക് പോകുന്നു. അനാഥരാകുന്ന കുട്ടികൾ ഉണ്ടാകാം, കുട്ടികളെ നഷ്ടപ്പെടുന്ന പാരന്റ്സ് ഉണ്ടായിരിക്കും, വീട്ടിലെല്ലാവരും തന്നെ നഷ്ടമായിട്ട് ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുന്ന അങ്ങനെയുള്ളവരുണ്ടാകാം, വീട് നഷ്ടപ്പെട്ടവര്, എല്ലാം അതുവരെയും സമ്പാദിച്ചു വെച്ചതും എല്ലാം നഷ്ടപ്പെട്ടവർ, അങ്ങനെയൊക്കെ എല്ലാം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം. പിന്നെ ചിലയിടത്ത് ഈ വാറൊക്കെ വരുമ്പോൾ ടെററിസം കാരണം, ടെററിസ്റ്റുകളുടെ അറ്റാക്ക് അങ്ങനെ വന്ന് അതിൽ പെട്ടുപോകുന്ന, അങ്ങനെ വരുന്ന വിക്ടിംസിന്റെ അങ്ങനെയുള്ള രീതിയിലുള്ളതും, അങ്ങനെ പല പല രീതിയിൽ അബ്യൂസ് നേരിടുന്ന അങ്ങനെ പല വിക്ടിംസ് ഉണ്ടാവും. ഇവർക്കെല്ലാം സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് PFA ആവശ്യമാണ്. ഓക്കെ, വയനാട് ഉരുൾപൊട്ടൽ വന്നപ്പോ കുറേ സംഭവങ്ങൾ നമ്മൾ അങ്ങനെ കേട്ടില്ലേ, കുറെ ആളുകളുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു, എല്ലാരെയും നഷ്ടപ്പെടുത്തതും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെന്റ് പോലെയല്ല, ഒരു കൗൺസിലിംഗ് പോലെയുമല്ല. പിന്നെ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുമില്ല, അങ്ങനെ കളക്ട് ചെയ്ത് സ്റ്റഡി ചെയ്യുവോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതായത് ഒരു പ്രൊഫഷണൽ എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ പേഴ്സണലി എംപത്തറ്റിക്കലായിട്ട് ചെയ്യുന്നതാണ് ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അത് ഈ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടലൊക്കെ വന്ന സമയത്ത് വോളണ്ടിയേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്ക് പെട്ടെന്ന് തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കീഴിൽ ചെറിയ രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് ആളുകളെ കേൾക്കുക എന്നുള്ള രീതിയിൽ ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് അവരൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊരു പ്രൊഫഷണൽ ജോബുമല്ല. ഒരു ഡയഗ്നോസ് ചെയ്തിട്ട് ഈ ഒരു പ്രശ്നമുണ്ട്, ഈ ഒരു തെറാപ്പി ചെയ്യണം എന്ന് പറയാനുള്ള ഇതൊന്നും, അങ്ങനെയുള്ള പ്രൊഫഷണലി ഒന്നും നമ്മളാകുന്നില്ല. ബട്ട് നമുക്ക് വേണ്ടത് എംപത്തി, അതുപോലെ തന്നെ അവരെ കേൾക്കാനുള്ള ഒരു മനസ്സ്, അത് ഹൃദയം കൊണ്ട് കേൾക്കാനായിട്ട് പറ്റണം. ചുമ്മാ കേട്ട് ഇങ്ങനെ വിടുകയല്ല, ഹൃദയം കൊണ്ട് അവരുടെ വേദന മനസ്സിലാക്കി, വേദന ഉൾക്കൊണ്ട്. ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ നിസ്സാരമായി തോന്നിയേക്കാം, പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റണം ആ ഒരു രീതിയിൽ. ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന് 7 തീംസ് ഉണ്ട് PFAക്ക്.
എങ്ങനെയാണ് ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു 7 സ്റ്റെപ്സ് പോലെ 7 തീംസ്. അപ്പൊ നമ്മൾ ആദ്യം അതിൽ പറയുന്നത്, നിങ്ങൾ ഇതിൽ PDF കയ്യിലുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അത് കാണാനായിട്ട് പറ്റും. PDF അത് വളരെ കളർഫുൾ ആയിട്ട് സർക്കിളിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ PFAയില് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് പ്രോബ്ലം ആണെങ്കിലും അവർക്ക് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. അവരുടെ കൂടെ ഇരുന്ന് കരഞ്ഞ് വിളിച്ച അവസാനം അവർ നമ്മളെയും കൂടെ ടേക്ക് കെയർ ചെയ്യുന്ന അവസ്ഥയല്ല വേണ്ടത്. പ്രാക്ടിക്കലി കാണും, അതിനനുസരിച്ച് അവർക്ക് കെയർ ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അവരുടെ നീഡ്സ് ആൻഡ് കൺസേൺസ് അതെന്താന്ന് നമ്മൾ അസസ് ചെയ്യാം. അതിനെ മനസ്സിലാക്കി വിലയിരുത്തി നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം അല്ലെ. ഈ നീഡ്സിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഏറ്റവും ആദ്യം ഏത് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ അതിനെ വിലയിരുത്തുക, അസസ് ചെയ്യുക. അപ്പൊ അസസ് നീഡ്സ് ആൻഡ് കൺസേൺസ് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് സെക്കൻഡ് തീമായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ഹെൽപ്പ് വിത്ത് ബേസിക് നീഡ്സ്. ജീവിച്ചു പോകാനായിട്ട് ബേസിക് നീഡ്സ് നമുക്ക് ആവശ്യമുണ്ടല്ലേ. ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്സ്, വാട്ടർ, പിന്നെ ഇൻഫർമേഷൻ. അവർക്ക് പല കാര്യങ്ങളെ കുറിച്ചുള്ള അവയർനെസ്, പുറം ലോകവുമായി ഉള്ള ബന്ധം അവർക്ക് വിട്ടുപോയിട്ടുണ്ടാവും. ഇപ്പൊ ഒരു ഉൾപ്പൊട്ടല് വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ട് ഈവൻ ഡേറ്റ് ചെയ്താ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും അവർക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഇല്ലാതെ ഒരു സെൻസിലേക്കൊക്കെ വരാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും. അപ്പൊ അവർക്ക് ബേസിക് നീഡ്സ്, അതിന് വേണ്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക. ഫുഡ്, ഷെൽട്ടർ. പേജ് നമ്പർ ശ്രീഷ്മ ഞാനൊരു PDF ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഫസ്റ്റ് എയ്ഡ് എന്ന് മാത്രമേ നമുക്ക് പഠിക്കാനായിരുന്നുള്ളൂ. ഇപ്പൊ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് PFA എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ടോപ്പിക്കും കൂടെ അത് ആവശ്യമാണ് നമുക്ക്. ആസ് എ പേഴ്സൺ, ആസ് എ ടീച്ചർ, ആസ് എ ഹ്യൂമൻ ബീയിങ് എല്ലാം നമ്മൾ അത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് കേട്ടോ അത് പ്രൊവൈഡ് ചെയ്തത്. ക്ലാസ് റൂമിലുണ്ട്. ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യാം. ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, അതുപോലെ തന്നെ ഇൻഫർമേഷൻ. നെക്സ്റ്റ് വൺ, ലിസൺ ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. അവരെ കേൾക്കുക, അവരെ നിർബന്ധിച്ച് സംസാരിപ്പിക്കരുത്, പ്രഷറൈസ് ചെയ്യരുത്. ടൈം കൊടുക്കുക, ലെറ്റ് അവര് ഓക്കെ ആയി അവര് പറയട്ടെ. അപ്പൊ അങ്ങനെ പറയുന്നത് കേൾക്കുക, പക്ഷെ പ്രഷറൈസ് ചെയ്യരുത്. അപ്പോ ചിലപ്പോ വളരെ ദുഃഖകരമായ കാര്യം ഒരു ചിലപ്പോ വല്ലാതെ കരഞ്ഞും ഒക്കെ ആയിരിക്കും പറയുന്നത്, വിഷമത്തോടു കൂടിയൊക്കെ ആയിരിക്കും പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? കംഫർട്ട് ദം ആൻഡ് ഹെൽപ്പ് ദം ഫീൽ കാം. അവരെ കംഫർട്ട് ചെയ്യിക്കുക, അവരെ ഒരു കാം, ഒരു പീസ്ഫുൾ ആകാനായിട്ടുള്ള രീതിയിലേക്ക് അവരെ കൊണ്ടുവരിക. അത്ര എളുപ്പമാണെന്നുണ്ടാവില്ല. ചിലപ്പോൾ അവർ അനുഭവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ ഇറ്റ്സ് വെരി ടഫ്. എന്നാലും അങ്ങനെ ഒരാള് അവരെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത്രയും അവർ വെന്റിലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർക്കൊരു സമാധാനം കിട്ടും. ഒരു ഭാരം ഇറക്കി വെച്ച പോലെയോ അങ്ങനെയൊക്കെ ഒരു ഫീൽ അവർക്ക് കിട്ടും. അപ്പം അവരെ കംഫർട്ട് ചെയ്യിക്കുക, കൂടുതൽ അവരെ ടെൻഷൻ ആക്കാതെ അവരെ കംഫർട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ജോലി. പിന്നെ അവർക്ക് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള സർവീസും സപ്പോർട്ടും ആണ്. അപ്പൊ കണക്ട് ദം ടു ഇൻഫർമേഷൻ, സർവീസസ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. നമ്മൾ കുറെ കാശ് എടുത്ത് കൊടുക്കുക, നമുക്ക് അങ്ങനെ കൊടുക്കാനുണ്ടാവില്ല. അങ്ങനെ എടുത്ത് കൊടുക്കുകയല്ല വേണ്ടത്. അവരെ സഹായിക്കാൻ പറ്റുന്ന പല ഏജൻസീസും ഓർഗനൈസേഷൻസും ഗവൺമെന്റ് സൈഡിൽ നിന്നും കുറെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും. അതിനെക്കുറിച്ചുള്ള ഡേറ്റ എല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് അതുമായിട്ട് അവരെ കണക്ട് ചെയ്യുക. ആ ഡേറ്റ അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉള്ള സർവീസ്, സോഷ്യൽ സപ്പോർട്ട്, ഇതൊക്കെ എവിടെ നിന്നാണ് അതെല്ലാം മനസ്സിലാക്കി കൊടുക്കുക. അവരുമായിട്ട് കണക്ട് ചെയ്ത് കയറി കൊടുക്കുക. കാരണം അവർക്ക് ഒറ്റയ്ക്ക് പോയി അവരെയൊക്കെ കണ്ട് കാര്യങ്ങൾ ഇതാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന സോഷ്യൽ സപ്പോർട്ടും സർവീസും ഓർഗനൈസേഷനും ഒക്കെ ഇവരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിത് ഫോളോ അപ്പ് ചെയ്യണം അല്ലെ. നമ്മൾ വൺസ് അവരെ കേട്ടു, മനസ്സിലാക്കി, അവരെ കംഫർട്ട് ചെയ്യിച്ചു, അവർക്കൊരു സെക്യൂർ ഫീലിംഗ് ഒക്കെ കൊടുത്തു, പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുകയല്ല, നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്യണം. നമ്മൾക്ക് പറ്റിയില്ലെങ്കിൽ അതിന് പറ്റിയ ആളുകളെ വെച്ച് തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാം. കൂടുതൽ ഹാമിലേക്ക്, കാരണം ഒരു ആള് വന്ന് എല്ലാം കേട്ടു അവർ ഭാരം ഇറക്കി വെച്ച് സമാധാനമായി. അപ്പൊ അവർക്കൊരു പ്രതീക്ഷയാ ആരൊക്കെ ഉണ്ട് ഒരു സമാധാനം എന്നുള്ള രീതിയിൽ. പക്ഷെ ആ പ്രതീക്ഷ അങ്ങ് നിന്ന് പോകുമ്പോഴേക്കും അവർ വീണ്ടും പഴയതുപോലെ കൂടുതൽ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും. സോ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാം ഫ്രം ഫർദർ ഹാം. അപ്പൊ ഇതായിരുന്നു 7 തീംസ് ആയിട്ട് PFAയുടെ പറഞ്ഞത്. ഫസ്റ്റ്
അവർക്ക് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ നീഡ്സ് കൺസേൺസ് അതെല്ലാം അസസ് ചെയ്യുക, എന്നിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക, അവർക്ക് ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യുക, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്ത്, പിന്നെ ഇൻഫർമേഷൻസ്, സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ അതെല്ലാം ഹെൽപ്പ് ചെയ്യുക, ആ നീഡ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. പിന്നെ അവരെ കേൾക്കുക, ലിസൺ ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്, അവരെ പ്രഷറൈസ് ചെയ്യരുത് സംസാരിക്കാനായിട്ട്. പിന്നെ അവരെ കംഫർട്ട് ചെയ്യിക്കുക, അവരെ കാമാക്കുക. കണക്ട് ദം ടു ഇൻഫർമേഷൻസുമായിട്ട് അവരെ കണക്ട് ചെയ്യിക്കുക, സർവീസസും അതുപോലെ തന്നെ സോഷ്യൽ സപ്പോർട്ട് എല്ലാമായിട്ടും അവരെ കണക്ട് ചെയ്യിക്കുക. പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം, കൂടുതൽ ഹാം ആകുന്നതിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യും, അവരെ ഫോളോ അപ്പ് ചെയ്യുക, അവർ ഓക്കെ ആയി, അവർ സേഫ് ആയി, അവർക്ക് എല്ലാ എന്താ പറയുക എല്ലാ സപ്പോർട്ടും കിട്ടി, അവർ ബാക്ക് ടു ലൈഫ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പിന്നെ നമുക്ക് പിന്നെ എന്നാലും അതിനുശേഷം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവര് തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, അങ്ങനെ ഞാൻ ഇങ്ങനെയായി, എല്ലാം ശരിയായി എന്നൊക്കെ പറയാനും ഒക്കെ ആയിട്ട് അങ്ങനെ വിളിക്കുന്ന കേസസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ 7 തീംസ് നമ്മൾ പറഞ്ഞു. ഇനി ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോബൊന്നുമല്ല, ഒരു ട്രീറ്റ്മെന്റോ ഡയഗ്നോസിങ്ങോ ഒന്നുമല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ് ഉണ്ട് ലോങ് ടേം റിക്കവറിക്ക്. നമ്മൾ പറഞ്ഞു അവരെ ഫർദർ ഹാമിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യണം, നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ലോങ് ടേം റിക്കവറിക്ക് വേണ്ടിയിട്ട് 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് മിസ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. PDF-ന്റെ 6th പേജിലുണ്ട് ലോങ് ടേം റിക്കവറി 3 ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ അറ്റൻഷൻ സപ്പോർട്ട് വരെ പറഞ്ഞിട്ടുണ്ട്. അതായത് പീപ്പിൾ ഹൂ നീഡ് സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്, അതായത് അറ്റ് റിസ്ക് പോപ്പുലേഷനിൽ വരുന്ന ആ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞു. അല്ലെ, ആളുകൾ അവരവരെ തന്നെ ഹാം ചെയ്യുന്നത്, ആളുകൾ മറ്റുള്ളവരെ ഹാം ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ, എന്റെ മുന്നിൽ വന്നിരുന്ന ഒരാള് പേന എടുത്തപ്പോ അയാൾ ഇങ്ങനെ പറഞ്ഞത് എന്നോട്, പക്ഷെ അയാളത് ചെയ്തില്ല, ചെയ്യുന്നുമില്ല, പക്ഷെ അയാൾക്ക് അതൊരു തോട്ട് വന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നെക്സ്റ്റ് പിന്നെ ഇതുപോലെ നിരാശ, ഒരു ഡിസ്ട്രെസ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലൂടെ പോകുന്ന ആളുകൾക്ക് അത് അങ്ങനെ സംഭവിക്കാം അല്ലെ, പല പല പ്രശ്നങ്ങൾ കൊണ്ട്, പല ട്രോമകൾ കൊണ്ടും പല ഇൻസിഡൻസ് കൊണ്ടും ആളുകളെല്ലാം അങ്ങനെ ആയിപ്പോവും. അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും, അപ്സെറ്റ് ആവും, ആങ്ഷ്യസ് ആവും, ഭയങ്കര ഉത്കണ്ഠ, പേടി, ഫിയർ ഇതൊക്കെ വരാം, ഭയങ്കരമായിട്ട് സ്കെയർഡ് ആവും, അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം വരും. നമ്മൾക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഹൃദയം കൊണ്ട് കേൾക്കുക, സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ. പിന്നെ ചിലപ്പോ പൊട്ടിത്തെറിക്കാം ആളുകൾ. നമ്മൾ വളരെ കാം ആൻഡ് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക, അവരുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കുക, എംപതറ്റിക് ആയിട്ട്. പിന്നെ നമ്മളുടെ സേഫ്റ്റി നോക്കണം കേട്ടോ. ചിലര് ഭയങ്കരമായിട്ട് ഹാം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ മുന്നിൽ വന്ന ഒരു കേസ് എന്ന് പറയുമ്പോൾ തന്നെയും, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ടേബിളിൽ അതുപോലെ ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെക്കാതിരിക്കുക. പ്രീവിയസ്ലി നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ റൂം ആണെങ്കിൽ ഇപ്പൊ പ്രൈവസി മാറ്റേഴ്സ്, കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി റൂമിലിരുന്നായിരിക്കാം ചിലപ്പോൾ സംസാരിക്കുന്നത്. അപ്പൊ റൂമിലിരിക്കുമ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള ഡോറില്ലേ, ആ ഭാഗത്ത് നമ്മൾ ഇരിക്കണം. നമ്മുടെ മുന്നിലൊരു ടീപ്പോയോ ഒരു ടേബിളോ വേണം, അതിന്റെ അപ്പുറത്തായിരിക്കണം ഈ പറയുന്ന വ്യക്തി ഇരിക്കേണ്ടത്. കാരണം പെട്ടെന്ന് അയാള് വയലന്റ് ആവോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് റൂമിൽ നിന്നും പുറത്തിറങ്ങി പുറത്ത് ആരുടെയെങ്കിലും സപ്പോർട്ട് വാങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ. അക്കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഇന്റർവെൻഷൻ നടക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ സേഫ്റ്റി അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്, അത് നോക്കണം. അതിപ്പോ നിങ്ങൾ പ്രൊഫഷണലി ഒരു കൗൺസിലിംഗ് അങ്ങനെ ഒരു രംഗത്തേക്ക് പോകുമ്പോഴും ഇത് തന്നെയാണ്. മേ ബി വരുമ്പോൾ ആള് വളരെ സബ്മിസീവായി കാമായിട്ട് വരുന്നുണ്ടാകാതിരിക്കാം, പക്ഷെ പ്രൊവോക്ഡ് ആകാം, സംസാരിക്കുമ്പോൾ വയലന്റ് ആകാം, ചിലപ്പോൾ അങ്ങനെ മുന്നിലുള്ള ആളെ ഒന്നും നോക്കാതെ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി ഒക്കെ കാണിക്കാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യത്തിൽ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള ആളുകളോട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നമ്മൾ സ്റ്റേ കാം, നമ്മൾ വളരെ കാമായിരിക്കണം. അവർ പലപ്പോഴും പൊട്ടിത്തെറിക്കാം,
അവരുടെ ഒരു വിക്ഷോഭം എന്നൊക്കെ പറയില്ലേ, ആ ഒരു അതൊക്കെ ബേസ്റ്റ് ഔട്ട് ചെയ്യാം, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതൊക്കെ പുറത്തേക്ക് വരാം, അങ്ങനെയുള്ള രീതിയിലൊക്കെ വരാം. അപ്പൊ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി അവരുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കി നമ്മൾ കാമായിട്ടിരിക്കണം. പിന്നെ ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് കേൾക്കുക. അല്ലാതെ നമ്മുടെ ശ്രദ്ധ അവിടെ ഇവിടെ നമ്മൾ വാച്ചിലേക്ക്, മൊബൈലിലേക്ക്, ക്ലോക്ക് ഉണ്ടെങ്കിൽ ഭിത്തിയില്ല അതിലേക്ക് നോക്കുക. അങ്ങനെ നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ അവർക്ക് വരരുത്. അപ്പൊ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ചിലപ്പം ഈ പറഞ്ഞ കാര്യം തന്നെ അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ്. അപ്പൊ ഇത് കേൾക്കുന്ന ഒരാൾക്ക്, അതായത് ലിസണറായി നമ്മൾ ഇരിക്കുവാണെങ്കിൽ അപ്പൊ നമ്മുടെ ക്വാളിറ്റി എത്രത്തോളം വേണമെന്നൊന്ന് ചിന്തിച്ചു നോക്കി. കാരണം അവർ പലതവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം ചിലപ്പോ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ആ ഒരു ക്ഷമയോടുകൂടി ഇരിക്കാനായിട്ട് നമുക്ക് പറ്റണം. പിന്നെ അതുപോലെ തന്നെ അവർ പറയുമ്പോൾ അവരെ ഫോഴ്സ് ചെയ്യരുത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡോണ്ട് പ്രഷറൈസ് അല്ലെ, അവരെ പ്രഷർ ചെയ്യരുത്, അവരെ ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് കാര്യങ്ങൾ പറയിക്കരുത്. പിന്നെ നമ്മൾ എന്തെങ്കിലും തിരിച്ചു പറയുമ്പോൾ നമ്മൾ വലിയ കഥകളൊന്നും പറയാൻ പോകരുത്. വളരെ ബ്രീഫായിട്ട് സിമ്പിളായിട്ട് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. അങ്ങനെ പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം, സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നല്ല ക്ലാരിറ്റിയോടുകൂടി. കാരണം ഈ വരുന്ന ആളുകൾക്ക് ഏത് എഡ്യൂക്കേഷൻ ലെവലിലുള്ളതാണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഭയങ്കര ടെക്നിക്കൽ ടേംസും ഇംഗ്ലീഷും ഒക്കെ യൂസ് ചെയ്യാതെ അയാളുടെ ലെവലിൽ നല്ല അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് അത് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ഏജ്, ജെൻഡർ, റിലീജിയൻ, അവരുടെ കസ്റ്റം, അവർ ഫോളോ ചെയ്യുന്ന പല കസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനൊക്കെ അനുസരിച്ച് തന്നെയായിരിക്കണം നമ്മളുടെ രീതി. ഇപ്പോ നമ്മളുടെ ഓപ്പോസിറ്റ് സെക്സ് ഉള്ള ഒരു വ്യക്തിയാണ്, അഡൾട്ട് ആണെന്ന് വിചാരിക്കുക. പലപ്പോഴും നമ്മളിങ്ങനെ ഈ സംസാരിക്കുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് വിഷമിക്കുമ്പോൾ, കരയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കയ്യിൽ തൊടാൻ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടല്ലേ നമുക്ക് എല്ലാവർക്കും. അപ്പൊ അത് നമ്മുടെ ഒരു ഓപ്പോസിറ്റ് സെക്സ് ആണെങ്കിൽ ടച്ച് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് അവരോട് പെരുമാറുക. ആ ഒരു സർവൈവർ, അവരെന്തോ പ്രശ്നത്തിൽ നിന്ന് സർവൈവ് ചെയ്യുന്നതായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അവര് എന്താ പറയുക, ഫോളോ ചെയ്യുന്ന ബിലീഫ് ഉണ്ടായിരിക്കും, റിലീജിയൻ ഉണ്ടായിരിക്കും, അതെല്ലാം റെസ്പെക്ട് ചെയ്യും. പിന്നെ അവരെന്തെങ്കിലും പൊളിറ്റിക്കൽ വ്യൂസ് പറഞ്ഞാൽ, ഈവൻ ദോ നമ്മളത് മനസ്സുകൊണ്ട് നമ്മൾ അതിനെ യോജിക്കാത്ത എന്തെങ്കിലും പൊളിറ്റിക്കൽ വ്യൂസ് ആണെങ്കിൽ കൂടിയും നമ്മൾ കാമായിട്ടിരിക്കുക. കാരണം അവിടെ നമ്മുടെ പൊളിറ്റിക്കൽ വ്യൂസോ നമ്മുടെ റിലീജിയസ് ബിലീഫോ എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഡ്യൂട്ടിയിൽ നമുക്ക് നോ പൊളിറ്റിക്സ്, നോ റിലീജിയൻ, അങ്ങനെയാണ്. ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൽ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഡൂസ് ആൻഡ് ഡോൺസ്, അതാണ് നെക്സ്റ്റ്. കുറെ പോയിന്റ്സ് ഉണ്ട്. ഞാനതിലെ മെയിൻ അത്യാവശ്യം വേണ്ടുന്ന എന്ന രീതിയിൽ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ആ ഒരു ടേബിൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണും ഡൂസ് ആൻഡ് ഡോൺസ് വരുന്നത് ഏതൊക്കെയാണ്. സെക്കൻഡ്, ഫസ്റ്റ് പറയുന്നത് ബി ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി. നമ്മുടെ ക്വാളിറ്റി ആട്ടോ. നമ്മളത് ഓണസ്റ്റ് ആയിരിക്കണം അവരോട്. നമ്മള് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നും അവരോട് പറയരുത്. പിന്നെ നടക്കാത്ത പ്രോമിസസ്, ആവശ്യമില്ലാത്ത പ്രോമിസസ് ഒന്നും കൊടുക്കരുത്. അപ്പൊ അങ്ങനെ ഒരു ട്രസ്റ്റ് വർത്തി, അവർക്ക് തോന്നണം, നമ്മളിലൊരു വിശ്വാസം വരണം. നമുക്ക് പല കാര്യങ്ങൾ, അവര് പറയുന്ന പല കാര്യങ്ങളിലും നമ്മൾക്ക് നമ്മളുടേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കാണുമല്ലേ, നമ്മളുടേതായ ഒരു ബയസസ് ഒക്കെ കാണും. അത് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ അവരുടെ മുന്നിലിരിക്കാൻ. നമ്മൾ അതവിടെ പറയേണ്ട കാര്യമില്ല. പിന്നെ ചില ആളുകൾ ചിലപ്പോ പറയും, എനിക്ക് ആരുടെ സഹായമൊന്നും ആവശ്യമില്ല. അവർ ചിലപ്പോ ഇത്തിരി ഒരു അഡമന്റ് ആയിട്ടൊക്കെ പറയാനൊക്കെ, അഗ്രസീവ് ആയിട്ടൊക്കെ ഉള്ള നേച്ചർ കാണിച്ചെന്നിരിക്കും. എനിക്ക് ആരുടെ സഹായമൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നതായിരിക്കും. അങ്ങനെ പറഞ്ഞാലും നമ്മൾ വളരെ കാമായിട്ട് അവരോട് പറയണം, നിങ്ങൾക്ക് പിന്നീട് ഒരു ഹെൽപ്പ് വേണമെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, അതിനെ മടിക്കരുത് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് പറയും. പിന്നെ ആളുകളുടെ കൾച്ചർ, ഏജ്, ജെൻഡർ അതിനനുസരിച്ച് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യാം. ആ വ്യക്തിയെ നമ്മൾ കൺസിഡർ ചെയ്യാം. പിന്നെ സംസാരിക്കാനായിട്ട് വളരെ ശാന്തമായ ഒരു സ്ഥലം സെലക്ട് ചെയ്യാം.
പിന്നെ ഔട്ട്സൈഡിൽ നിന്നുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മിനിമൈസ് ആ ഒരു രീതിയിൽ വരുന്ന രീതിയിലുള്ള ഒരു പ്ലേസ് ആയിരിക്കണം. പിന്നെ ഒരാൾക്ക് അവരവരുടെ ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ട്, ഓൺ ഡിസിഷൻസ് എടുക്കാനുള്ളത്. അപ്പം അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുക, അവരുടെ ഓൺ ഡിസിഷൻസ് എടുക്കാനുള്ള റൈറ്റിനെ റെസ്പെക്ട് ചെയ്യുക. പലപ്പോഴും ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ അവരെ കൊണ്ട് തന്നെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്ന രീതിയിൽ നമ്മൾ ആക്കി മാറ്റണം. അപ്പോൾ അവർ പല പല വിഷമങ്ങൾ പറഞ്ഞ് കുറെ കഴിയുമ്പോൾ നമുക്ക് ചോദിക്കാം, നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവര് തന്നെ ഒരു സൊല്യൂഷൻ പറയും, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്നൊക്കെ അവര് തന്നെ പറയും. അപ്പൊ അങ്ങനെ ചെയ്താൽ അത് എത്രത്തോളം ശരിയാകുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമുക്ക് പറയേണ്ടത്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താലേ അത് ശരിയാവുള്ളൂ, അങ്ങനെ ചെയ്താൽ അത് ശരിയാവില്ല, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല നമ്മുടെ ഭാഗത്ത് വരുന്നത്. അവരെ കൊണ്ട് തന്നെ അതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ട്രിഗർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ പ്രൈവസി, ഇത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക. ഈ ആള് പറയുന്ന കാര്യങ്ങൾ, അയാളുടെ സ്റ്റോറി അതൊന്ന് കോൺഫിഡൻഷ്യൽ ആക്കി വെക്കുക. അത് ഇഫ് ദിസ് ഇസ് അപ്രോപ്രിയേറ്റ് അങ്ങനെ ഒരു രീതിയിൽ. പിന്നെ ഇപ്പോൾ ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഒരു പ്രശ്നത്തിന് ആൾക്ക് സ്വയം ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല, നമുക്കും പറ്റുന്നില്ല, വേറൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണ്ടി വരുന്നു എന്ന് വിചാരിക്കുക. ഒരു പ്രൊഫഷണലി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണ്ടി വരും. അപ്പൊ നമുക്ക് അയാളോട് പെർമിഷൻ ചോദിക്കാം, ഈ ഒരു വിവരം നമുക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന വേറൊരു വ്യക്തിയുണ്ട്, ആ ആളോട് ഷെയർ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെ വിത്ത് ദെയർ പെർമിഷൻ ഓൺലി നമുക്ക് അവരുടെ കാര്യങ്ങൾ ആ വ്യക്തിയോട് വേറൊരു വ്യക്തിയോട് ഷെയർ ചെയ്യാം. അല്ലാത്ത കേസിൽ നമ്മളത് പ്രൈവസി കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം. അതൊരു കൊച്ചുകുട്ടിയാണെങ്കിൽ കൂടിയും കേട്ടോ, ഒരു കൊച്ചുകുട്ടിയാണ് അവന്റെ പ്രശ്നങ്ങൾ നമ്മളോട് പറയുന്നതെങ്കിൽ കൂടി നമ്മളത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം. ഇവിടെ മോൻ സ്കൂളില് കുഞ്ഞായിരുന്ന സമയത്തെ സ്കൂളിലെ കാര്യങ്ങളെല്ലാം അവൻ എന്നോട് പറയുമായിരുന്നു, ഇപ്പോഴും പറയും. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവൻ എന്നോട് പറയും, ആരോടും പറയരുത് കേട്ടോ. അപ്പൊ അത് റെസ്പെക്ട് ചെയ്യണം. അവൻ മേ ബി അവൻ ചെറിയ ക്ലാസ്സിലാണ്, ചെറിയ ഏജ് ആണെങ്കിൽ കൂടിയും അത് ഈവൻ ഹസ്ബൻഡിനോട് പോലും ഞാൻ ഷെയർ ചെയ്യില്ല. കാരണം അവിടെ ഒരു ട്രസ്റ്റ് ആണ്. കാര്യം അവനെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമായിരിക്കും. ഇപ്പൊ നമുക്ക് കേട്ടാൽ നമുക്ക് മനസ്സിലാവും, ഇറ്റ്സ് വെരി സിമ്പിൾ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ ഇഷ്യൂ ഒന്നുമില്ല, വേറൊരാൾ അറിഞ്ഞാലും പ്രശ്നമൊന്നും ഇല്ലാത്തതായിരിക്കാം. പക്ഷെ കുട്ടി അങ്ങനെ പറയുമ്പോൾ ആ ഒരു റെസ്പെക്ട് അവന് നമ്മൾ കൊടുക്കും. അതാണ് ഒരു കുഞ്ഞു കുട്ടി വന്ന് പറഞ്ഞാലും അതൊരു കോൺഫിഡൻഷ്യൽ ആക്കി തന്നെ നമ്മൾ വെക്കണം, കോൺഫിഡൻഷ്യൽ ആക്കേണ്ടതാണെങ്കിൽ. അതേസമയം അവിടെ ഇന്റർവെൻഷൻ വേണം, ഒരു പ്രൊഫഷണൽ ഇന്റർവെൻഷൻ വേണം എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ചില ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ ഈ ഒരു കേസിൽ ചിലപ്പോൾ കുട്ടിയെ കൊണ്ട് കൺവിൻസ് ചെയ്യിക്കാൻ നമുക്ക് പറ്റില്ല, കുട്ടിയുടെ പെർമിഷൻ എടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമുക്ക് ആ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. ഒരു ആന്റി വരും, മോളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, മോളെ പേടിക്കേണ്ട, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓക്കെ ആണോ എന്നൊക്കെ നമുക്ക് ചോദിച്ചിട്ട് ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ എക്സ്റ്റേണൽ സപ്പോർട്ട് നമുക്ക് എടുക്കാം. നമ്മൾ ഈ പറയുന്ന വ്യക്തിയുടെ അടുത്ത് തന്നെ ആയിരിക്കണം. കാരണം അയാളുടെ ചിലപ്പോൾ ഫീബിൾ വോയിസിലൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്, അത്രയും വിഷമിച്ച് ഇരിക്കുമായിരിക്കുമല്ലോ. പക്ഷെ ഒരു അപ്രോപ്രിയേറ്റ് ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. അവരുടെ ഏജ്, ജെൻഡർ ആൻഡ് കൾച്ചർ വെച്ചിട്ട്. പിന്നെ ബി പേഷ്യന്റ് ആൻഡ് കാം, ഇതൊക്കെയാണ് ഡൂസിൽ വരുന്നത്. ഇനിയുണ്ട് പോയിന്റ്സ് അതിനകത്ത് കാണാനായിട്ട് വരും. പിന്നെ നമുക്ക് എന്തിനെ കുറിച്ചെങ്കിലും അവരൊരു ഡൗട്ട് ചോദിക്കുവാണ്, അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ടൊരു ഇൻഫർമേഷൻ, നമുക്കൊരു അറിവുണ്ടെങ്കിൽ അത് നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഓണസ്റ്റ് ആയിരിക്കണം. നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ കൂടുതൽ പറയാതിരിക്കുക. നമുക്ക് പറയാം, എനിക്ക് അറിയില്ല, ഞാനത് ആരോടെങ്കിലും ചോദിച്ച് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ഞാനത് പറഞ്ഞു തരാം എന്ന് നമുക്ക് പറയാം, അതിൽ തെറ്റൊന്നുമില്ല. പിന്നെ നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കൊടുക്കുക. പിന്നെ അവരുടെ ഫീലിങ്സ് നമ്മൾ അക്നോളജ് ചെയ്യുക, അവരുടെ ലോസ്, അവരുടെ നഷ്ടങ്ങള്, പിന്നെ അവരുടെ ലൈഫിലുണ്ടായ ഓരോ സംഭവങ്ങൾ നമ്മളോട് പറയുന്നതൊക്കെ നമ്മൾ അക്നോളജ് ചെയ്യുക. ആ ഒരു ഫീലിംഗ്, അയാൾ വളരെ വിഷമത്തോടെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾക്കും അയാളുടെ വിഷമം മനസ്സിലായി എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അക്നോളജ് ചെയ്യണം. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ അവർക്ക് ഓരോ പറയാണ്, അയാൾക്ക് വീട് നഷ്ടപ്പെട്ടു, പിന്നെ അയാൾ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരാൾക്ക് ഡെത്ത് സംഭവിച്ചു, അങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പറയാം, സോ സോറി, ഐ ക്യാൻ ഇമാജിൻ
ദിസ് ഇസ് വെരി സാഡ് ഫോർ യു. എനിക്ക് മനസ്സിലാകുന്നുണ്ട് എത്രത്തോളം വിഷമം നിങ്ങൾക്ക് ഇതിലുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുള്ള രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കാം. അല്ലാതെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ അവർക്ക് നമ്മുടെ ഇതൊന്നും പറയുന്നില്ലല്ലോ, ഞാൻ തന്നെ പറയുകയാണല്ലോ എന്നാണ്. അപ്പൊ നമ്മൾ അക്നോളജ് ചെയ്യണം ഇടയ്ക്ക്. പിന്നെ ഡോട്ട്സ്, ചെയ്യാൻ പാടില്ലാത്തത്. നമ്മളൊരു ഹെൽപ്പർ, നമ്മളൊരു സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നേക്കുക, ആ രീതി അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ആ റിലേഷൻഷിപ്പിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത് ഒരു രീതിയിൽ. ആ വ്യക്തിയോട് കാശോ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഫേവർ, സഹായം, അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്തു എന്ന് വെച്ചിട്ട് എനിക്ക് ഇത്ര ഒരു കാശ് തരണമെന്നോ വേറെ എന്തെങ്കിലും ഫേവർ തരണമെന്നോ ചോദിക്കാൻ പാടില്ല. യെസ്, ഓക്കെ. പിന്നെ ഫോൾസ് പ്രോമിസസ്, ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങളൊന്നും കൊടുക്കരുത്. ഫോൾസ് ഇൻഫർമേഷനും കൊടുക്കരുത്. പിന്നെ നമ്മൾക്ക് ഭയങ്കര കഴിവുണ്ട്, എനിക്ക് ഇതൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ എക്സാജറേറ്റ് ചെയ്യരുത്. അപ്പൊ അയാളുടെ ഒരു പ്രോബ്ലം പറയുമ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം, ഇതിനും വലിയ പ്രശ്നത്തിലൂടെ ഞാൻ കടന്നുപോയി, അങ്ങനെയൊന്നും പറയരുത്. ഓക്കെ. പിന്നെ നമ്മൾ ധൃതി പിടിച്ചിട്ട് ഫോഴ്സ് ചെയ്ത് ഒരു രീതിയിലും അവരെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഒരു ടൈം ചിലപ്പോൾ അവർക്ക് വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഒരു ധൃതി പിടിച്ചൊരു കാര്യം അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാതിരിക്കുക. പിന്നെ ടച്ച് ചെയ്യാതിരിക്കുക. ആ ഒരു സിറ്റുവേഷനിൽ അത് അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ ഒരിക്കലും ടച്ച് ചെയ്യാതിരിക്കുക. കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മളൊന്നും അവരെ ഇങ്ങനെ പിടിക്കും. ഇപ്പൊ സ്ത്രീകളാണ് വരുന്നത്, പ്രായമായ സ്ത്രീകളും അല്ലാത്ത സ്ത്രീകളാണെങ്കിൽ നമ്മൾ പതുക്കാരെ ഒരു വല്ലാതെ വിഷമിക്കുന്ന കാണുമ്പോൾ നമുക്ക് അങ്ങനെ ടച്ച് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ ടച്ച് ചെയ്യാതിരിക്കുക. പിന്നെ അവർ ചെയ്ത കാര്യങ്ങളെ നമ്മൾ ജഡ്ജ് ചെയ്യരുത്, ക്വസ്റ്റ്യൻ ചെയ്യരുത്. പിന്നെ അവർക്ക് ചിലപ്പോൾ അവർ ചെയ്ത കാര്യത്തിൽ ഗിൽറ്റി ഫീലോ അല്ലെങ്കിൽ വിഷമോ ഒക്കെ വരുന്നുണ്ടാവും അവർക്ക്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നും പറയാതിരിക്കും. നിങ്ങൾ രക്ഷപ്പെട്ടതിൽ നിങ്ങൾ ലക്കിയാണെന്ന് വിചാരിക്കുക, അങ്ങനെയൊന്നും പറയരുത്. കാരണം ഒരുപക്ഷെ അയാൾക്ക് അത്രയും നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും, അയാൾ മാത്രമായിരിക്കും സർവൈവ് ചെയ്തത്. അയാളുടെ മനസ്സിൽ ചിന്ത ഇതായിരിക്കും, ഞാനും കൂടെ അതിലൊന്ന് തീർന്നിരുന്നെങ്കിൽ എന്നായിരിക്കും. അപ്പൊ നമ്മൾ മറ്റുള്ളവരൊക്കെ പോട്ടെ, നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ, ആ രീതിയിലുള്ള ഒരു കമന്റ്സോ ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് വരരുത്. ഓക്കെ. നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങളെ പറ്റി കൂടുതൽ സംസാരിക്കാതിരിക്കുക. പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ വേറെ ആരുടെയെങ്കിലും കഥകൾ അവരോട് പറയാതിരിക്കുക. പിന്നെ നമ്മളുടെ ട്രബിൾസ്, ഞാനിങ്ങനെ കഷ്ടപ്പെട്ടു അങ്ങനെ കഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ട്രബിൾസ് പറയാതിരിക്കുക. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഇല്ലാതോ അങ്ങനത്തെ രീതിയിലൊന്നും പറയാതിരിക്കുക. പിന്നെ ആ വ്യക്തി നമ്മളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, അപ്പൊ നമ്മള് നിങ്ങളുടെ എന്ത് പ്രശ്നവും എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അയാളോട് സംസാരിക്കാതിരിക്കുക. കാരണം നമുക്ക് ചിലപ്പോൾ പറ്റാത്ത പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലെ, സോൾവ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഈ എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും. ഒരു ഇൻസിഡന്റ്, അവരെ തളർത്തുന്ന ഒരു ഇൻസിഡന്റ് വരുമ്പോൾ അവർ ചിലപ്പോൾ തന്നെ അവർക്ക് ആ ഒരു സ്ട്രെങ്ത് ഒന്നും തിരിച്ച് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല, തന്നെ കാര്യങ്ങൾ ചെയ്യാനൊന്നും. നമ്മൾ എന്താ ചെയ്യുന്നത്, അവർക്ക് അവരുടെ ഓൺ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ അവരെ കേൾക്കുന്നത് കൊണ്ടും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നത്. ഇനി നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ അവരെ ആക്കാതിരിക്കുക. അങ്ങനെ അവരുടെ സ്ട്രെങ്ത് ഒന്നും ഇനി നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു ആ രീതിയിലൊന്നും ഇനി നിങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലുള്ള തോട്ട് അവരിൽ വരുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കും. ഇത്രയൊക്കെയാണ് ഡൂസ് ആൻഡ് ഡോൺസ്. കുറെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഞാൻ അതിലെ മെയിൻ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ആക്ഷൻ പ്രിൻസിപ്പിൾസ്. ഈ ഒരു നമ്മൾ PFA പ്രൊവൈഡ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടും 3 പ്രിൻസിപ്പിൾസിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആക്ഷൻ പ്രിൻസിപ്പിൾസിൽ നമ്മൾ ഒരാളെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അയാളെ കേൾക്കാൻ പോകുമ്പോൾ അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ 3 ആക്ഷൻ പ്രിൻസിപ്പിൾസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ, ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ഫോർ സേഫ്റ്റി, പീപ്പിൾ വിത്ത് ഒബ്വിയസ് അർജന്റ് ബേസിക് നീഡ്സ് ആൻഡ് പീപ്പിൾ വിത്ത് സീരിയസ് ഡിസ്ട്രസ്ഡ് റിയാക്ഷൻസ്. ഈ പലപ്പോഴും ഈ ഒരു സിറ്റുവേഷൻസ് പലപ്പോഴും റാപ്പിഡ് ആയിട്ട് ചേഞ്ച് ചെയ്യാം. നമ്മൾ സേഫ്റ്റി, ആ ഒരു സമയത്ത് സേഫ്റ്റി നോക്കണം, നമ്മളുടെ നോക്കണം അല്ലെ. പലപ്പോഴും മാം ഇത് ഏത് പേജിലാ?
പേജ് ഞാൻ ആ PDF ഷെയർ ചെയ്തിട്ടുള്ളതിന് കുറച്ചുകൂടെ താഴേക്ക് പോകുമ്പോൾ ഉണ്ടാവും. നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കേണ്ടി വരും. ഞാൻ അതിന്റെ മെയിൻ പോയിന്റ്സ് മാത്രമാണ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. PDF പേജ് നമ്പർ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. 15 ആണെന്ന് തോന്നുന്നു. ആക്ഷൻ പ്രിൻസിപ്പിൾസ്, ലുക്ക്, ലിസൺ ആൻഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് 3 ആക്ഷൻ പ്രിൻസിപ്പിൾ ഇങ്ങനെ ഓവൽ ഷേപ്പിൽ കൊടുത്തേക്കുന്നതാണ്. PDF ഓപ്പൺ ചെയ്യുമ്പോൾ പേജ് നമ്പർ കാണാൻ പറ്റുമെങ്കിൽ അതിൽ 15 ആണ്. സേഫ്റ്റി ബേസിക് നീഡ്സ് ആണോ മാം? സീരിയസ് ഓക്കെ, 3 ആക്ഷൻ പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കണം. ലുക്ക്, ലിസൺ ആൻഡ് ലിങ്ക്. ഓക്കെ, പിന്നെ നമ്മളിപ്പോ ഇതുപോലെ ആളുകളെ കാണാനായിട്ട് പോകുന്നു. ഇപ്പൊ നാച്ചുറൽ ഡിസാസ്റ്റർ നടന്നൊരു സ്ഥലം, അങ്ങനെ പോകുമ്പോൾ സേഫ്റ്റിയെ പറ്റി നമ്മൾ ചിന്തിക്കണം. നമ്മൾ പോകുന്ന യാത്ര സേഫ് ആണോ, അവിടെ റോഡ് ഒക്കെ ഡാമേജ് ആയി കിടക്കുവാണോ, പിന്നെ ഒരു വയലൻസ് നടന്ന സ്ഥലത്താണെങ്കിൽ അവിടെ ഇപ്പോഴും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടോ, നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ കറക്റ്റ് ശ്രദ്ധയോച്ചതിന് ശേഷം വേണം നമ്മൾ ആ ഏരിയയിലേക്ക് പോകാനായിട്ട്. പിന്നെ അവിടെ ചെന്ന് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ചെന്നു എന്ന് വിചാരിക്കുക, ഇതൊക്കെ നമ്മൾ സേഫ്റ്റിയൊക്കെ നോക്കി അവിടെ പോകാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല, യാത്ര ചെയ്താൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ബേസിക് നീഡ്സ് നോക്കൂ. അപ്പം എന്തെങ്കിലും ഇഞ്ചുറി പറ്റിക്കിടക്കുന്നവരാണോ, അവർക്ക് എന്തെങ്കിലും ഇമർജൻസി മെഡിക്കൽ ഹെൽപ്പ് വേണോ, പിന്നെ എന്താ പറയാ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്നും അവരെ മാറ്റേണ്ടതുണ്ടോ, പിന്നെ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ അതെല്ലാം അവർക്ക് പ്രൊവൈഡഡ് ആണോ, അത് ഇല്ലെങ്കിൽ അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ഏത് ടൈപ്പ് ഹെൽപ്പാണോ അവർക്ക് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളില്ല. പിന്നെ നമ്മൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, അതും നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ നമ്മുടെ റോള് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ലുക്ക്, ലിസൺ ആൻഡ് ലിങ്ക് ആണല്ലോ. ലിസൺ, അപ്പൊ ആളുകളെ നമ്മൾ കണ്ടു, അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു, അവർക്ക് കംഫർട്ടബിൾ ആക്കുന്നു, അവർക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം ഓഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫുഡ് ഓഫർ ചെയ്യുന്നു, അവരൊരു സേഫർ പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നു. കൂടുതൽ ഇപ്പൊ ചിലപ്പോ മീഡിയാസ് ഒക്കെ വരും, അവരുടെ പ്രൈവസി, ഡിഗ്നിറ്റി. ഇപ്പൊ അബ്യൂസിന് ഇരയായ ഒരു കുട്ടിയാണെങ്കിൽ മീഡിയ കവറേജ് വരുന്നതിൽ നിന്നും ആ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവരുടെ നീഡ്സും കൺസേൺസ് ഒക്കെ മനസ്സിലാക്കുക, അതൊക്കെയാണ് ലിസണിൽ വരുന്നത്. അവരെ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, അവർ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്. പിന്നെ വളരെ കാമായിട്ട്, സ്ലോ, ഭയങ്കര ജെന്റിലായിട്ട്, സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിച്ച് അവരെ ഹെൽപ്പ് ചെയ്യണം. അവർക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യണം, നമ്മളുടെ അടുത്ത് ഒരു സെക്യൂർ ഫീലിംഗ് തോന്നണം. സോ നെക്സ്റ്റ്, അത് കുറച്ച് വായിക്കാനൊക്കെ ഉണ്ട്, വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദെൻ ലിങ്ക്, ആളുകളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരുടെ ബേസിക് നീഡ്സും അവർക്ക് വേണ്ടുന്ന അത് എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ആ സർവീസസുമായിട്ട് ലിങ്ക് ചെയ്യുക, കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അവരുടെ പ്രോബ്ലംസ് ആയിട്ട് അവർക്ക് കോപ്പപ്പ് ചെയ്യാനായിട്ട്, അത് പൊരുത്തപ്പെട്ട്, അത് വേദനകളും വിഷമങ്ങളും ഉണ്ട്, മനസ്സിലുണ്ട്, എന്നാലും അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ PFAയുടെ ഒരു മേജർ പാർട്ടാണ് ആളുകളെ പ്രാക്ടിക്കൽ സപ്പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. ഈ PFA നിങ്ങൾക്ക് യൂണിറ്റ് 6 എടുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ് അവിടെ. അതെടുത്ത് കഴിയുമ്പോഴേക്കും PFA കുറച്ചുകൂടെ ക്ലിയർ ആവും. അത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മതി. ഒരു PFA എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഫസ്റ്റ് എയ്ഡ് മുറിവുകഴിഞ്ഞ് കൊടുക്കുന്ന പോലെ തന്നെ ഒരു ഷോർട്ട് ടൈം ഇന്റർവെൻഷൻ തന്നെയാണ് PFA എന്ന് പറയുന്നത്. അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീഡ്സും സപ്പോർട്ടും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ, അതായത് നമ്മൾ സാധാരണ ഒരു മുറിവ് പറ്റിയ ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിയുമ്പോഴേക്കും ഫസ്റ്റ് എയ്ഡിന്റെ സപ്പോർട്ടോടുകൂടി ഹോസ്പിറ്റലിൽ എത്തുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻ കിട്ടുന്ന പോലെ തന്നെയാണ് ഇവിടെയും PFA ആ ഒരു ഷോർട്ട് ടൈം ഇന്റർവെൻഷൻ. കാരണം ആ ഒരു ടൈമിൽ പെട്ടെന്ന് തന്നെ അവരെ വേണ്ടുന്ന സപ്പോർട്ട്, അതായിരുന്നു PFA എന്ന് പറയുന്നത്. പിന്നെ അവരെ ഫർദർ അവരുടെ നീഡ്സിലേക്കും സപ്പോർട്ടിലേക്കും എല്ലാം കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെയാണ് PFAയുടെ കാര്യങ്ങളായിട്ട് വരുന്നത്. പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്കറേജ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ, സ്മോക്കിംഗ്, പിന്നെ ഫുൾ ഡേ കിടന്നിങ്ങനെ ഉറങ്ങുന്നു, പിന്നെ ചിലർ ഉറങ്ങാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, റെസ്റ്റ് ഒന്നും ഇല്ലാതിരിക്കുന്നു,
പിന്നെ ചിലരുടെ ഫാമിലീസിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഐസൊലേറ്റഡ് ആയിട്ട് എവിടെയെങ്കിലും പോയി അങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ സ്വന്തം കാര്യം നോക്കാതിരിക്കുക, വയലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കറേജ് ചെയ്യാം. പിന്നെ അവരുടെ പോസിറ്റീവ് തിങ്സിനെയൊക്കെ നമുക്ക് എൻകറേജ് ചെയ്യാം. ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, സെൽഫ് കെയർ ശ്രദ്ധിക്കുക, റിലാക്സ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, നല്ല ഹോബീസ്, റിക്രിയേഷൻ, വിനോദത്തിന് വേണ്ടുന്ന ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് അവരെ കംഫർട്ട് ചെയ്യിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളിൽ. പിന്നെ അപ്പൊ ഇത്രയൊക്കെയാണ് PFA കുറിച്ച് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. 7 ടീംസ് വരും, പിന്നെ പെട്ടെന്നുള്ള റിക്കവറിക്ക് വരുന്ന 3 ഫാക്ടേഴ്സ്, പിന്നെ ഡൂസ് ആൻഡ് ഡോൺസ്, പിന്നെ PFA ആർക്കാണ് അത്യാവശ്യമായിട്ടുള്ളത്, എങ്ങനെയുള്ള ആളുകൾക്കാണ് PFA കൊടുക്കേണ്ടത്, പിന്നെ ഒരു PFA നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ്, അത് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യമല്ല, പിന്നെ ട്രീറ്റ്മെന്റ് അല്ല, ഡയഗ്നോസ് ചെയ്യല്ല, നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയാണ് PFA വരുന്നത്. പിന്നെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ആക്ഷൻ പ്രിൻസിപ്പിൾസ്, ലുക്ക്, ലിസൺ, ലിങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്രയൊക്കെയാണ് PFA നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ PFA? മാം ഇത് എക്സാമിന് ചോദിക്കുവോ? ചോദിക്കാം, അങ്ങനെ ബുദ്ധിമുട്ടുള്ളതായിട്ടില്ല. എങ്ങനെയുള്ള ആളുകൾക്കാണ് PFA പ്രൊവൈഡ് ചെയ്യുന്നത്, PFA പ്രൊവൈഡ് ചെയ്യുന്ന ആൾ എങ്ങനെയായിരിക്കാം, നിങ്ങൾ ഇത്രയും കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താൽ മതി. ഇത് നമ്മളൊന്ന് പരീക്ഷയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് കേട്ടോ. നമ്മള് സബ്ജക്ട് സ്റ്റഡിങ് അല്ല, ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകണം. നമ്മളിൽ മാറ്റങ്ങൾ വരുന്നു, നമ്മളെ തിരിച്ചറിയുന്നു, നമ്മുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത. അല്ലാണ്ട് എക്സാമിന് വേണ്ടിയിട്ട് അങ്ങനത്തെ രീതിയിലുള്ള ഒരു സ്റ്റഡി അല്ല. നമ്മളത് ചെയ്തിരുന്നു അല്ലേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, നല്ല മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ടഫ് ഫോർ us. ആ സെയിം സബ്ജക്റ്റിൽ തന്നെ ഡിഗ്രി PG ഒക്കെ ചെയ്ത് മാത്സ് ഒക്കെ ആകുമ്പോൾ കുറെ ഓർമ്മയുണ്ടാവും, ട്യൂഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. അല്ലാതെ 10th ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ തന്നിട്ട് എക്സാം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും, സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതെന്ന് വെച്ചാൽ ഒരു സബ്ജക്ട് സ്റ്റഡിങ് ആയിരുന്നു ആ ഒരു സമയത്ത്. എംഫസൈസ് ചെയ്തിരുന്നത് മാർക്സിലായിരുന്നു അല്ലെ, മാർക്കിലായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇവിടെ നമ്മളെ അറിയുക, അതാണ് നമ്മളുടെ ഇമ്പോർട്ടൻസ്. ആ ഒരു സെൽഫ് ആയിട്ട് നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താണ്, എനിക്കിതൊക്കെ എന്റെ കഴിവ്, ഞാൻ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. മറ്റുള്ളവരോട് ഞാൻ എങ്ങനെ പെരുമാറണം, അവര് എന്തെല്ലാം വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, അതെല്ലാം. യെസ്, ഒരു ലൈഫ് ലേണിംഗ് പ്രോസസ്. യെസ്, നമ്മുടെ ഒരു വളർച്ചയുടെ നാൾവഴി പുസ്തകങ്ങളാണ് നമ്മൾ ഈ എഴുതി വെക്കുന്ന നോട്ട്സ് എല്ലാം. നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന പോയിന്റ്സ് ഒക്കെ നമ്മൾ എഴുതി വെക്കുമല്ലോ, അത് നാളേക്കുള്ള നമ്മളുടെ വളർച്ചയുടെ ഒരു നാൾവഴി പുസ്തകമാണ് നമ്മൾ എഴുതി വെക്കുന്നതെല്ലാം. ഓക്കെ, സോ നെക്സ്റ്റ് യൂണിറ്റ് 6 ആണ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. എടുത്ത പാടാണ്, യൂണിറ്റ് ആണ്. 6 കഴിഞ്ഞിരുന്നോ? 8 മാത്രമേ എടുക്കാനുള്ളൂ, ചൈൽഡ് വെൽഫെയർ മാത്രമേ എടുക്കാനുള്ളൂ, ഫസ്റ്റ് പാർട്ട്. ഓക്കെ, 6 ഞാനാണോ നിങ്ങൾക്ക് എടുത്തത്? അതെ അതെ. ഓക്കെ, ഫൈൻ. ചൈൽഡ് വെൽഫെയർ ആരെങ്കിലും എടുത്തിരുന്നോ? എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. ഓക്കെ, ഏതൊക്കെ ടീച്ചേഴ്സാണ് നിങ്ങളുടെ ബാച്ചിലുള്ളത്? അശ്വതി മിസ്, ആതിര മിസ്, പിന്നെ ജോബ. ഓക്കെ, അപ്പൊ അശ്വതി മിസ് ആയാലും മിക്കവാറും ചൈൽഡ് വെൽഫെയർ എടുക്കുന്നത്. മിസ് ഇപ്പൊ ഏതാ എടുത്തോണ്ടിരിക്കണേ? മിസ് ഇപ്പൊ സൈക്കോളജി കഴിഞ്ഞിപ്പോ ഡിഫൻസ് മെക്കാനിസം എടുത്തോണ്ടിരിക്കണേ. അശ്വതി മിസ്സോ? ഡിഫൻസ് മെക്കാനിസം പാർട്ട് 2. ഓക്കെ ഓക്കെ. ഈ മിസ്സും ഞാൻ സംസാരിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ചൈൽഡ് വെൽഫെയർ മിസ് എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആ ലെസൺ ഇന്ന് എടുക്കുന്നില്ല. ഞാൻ പാർട്ട് 2ലേക്ക് പോവുകയാണ്. പാർട്ട് 2 ഫസ്റ്റ് യൂണിറ്റ് തുടങ്ങി 5 യൂണിറ്റ് വരെയുള്ളതില് ഏതൊക്കെ പോർഷൻസ് കഴിഞ്ഞു? ഫുൾ കഴിഞ്ഞു. 5 യൂണിറ്റ് ഫുൾ കഴിഞ്ഞു. ഓക്കെ, പിന്നെ 6 തുടങ്ങി 10 വരെയുള്ളതില് ഏതാ ബാലൻസ് നിൽക്കുന്നത്? ഇപ്പൊ 8 എടുത്തോണ്ടിരിക്കണത്. ഏതാണ്? 8 ആതിര മിസ് എടുത്തോണ്ടിരിക്കണു. 8 നീഡ്സ്. പിന്നെ 9 അശ്വതി മിസ് എടുത്തോണ്ടിരിക്കണു. ഓക്കെ, 7 എടുത്തോ ആതിര മിസ്? ഇല്ല. സൈക്കോളജി എടുത്തു 6, 7 എഡ്യൂക്കേഷണൽ സൈക്കോളജി എടുത്തിട്ടില്ല അല്ലേ? അതെ.
ഓക്കെ, അപ്പൊ നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലേക്ക് പോവാം. സൈക്കോളജി എന്താന്ന് നിങ്ങൾ ഓൾറെഡി നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ഹ്യൂമൻ ബിഹേവിയറിന്റെ ഒരു സ്റ്റഡി, എന്താ പറയാ, സോൾ ഓഫ് സയൻസ് ഓഫ് സോൾ എന്ന് പറയുന്ന പോലെ ഇതൊരു സയന്റിഫിക് ആണ്. സൈക്കോളജി എന്ന് പറയുന്നത് സയന്റിഫിക് സ്റ്റഡിയാണ്, മനുഷ്യ മനസ്സിന്റെ ഒരു സയന്റിഫിക് സ്റ്റഡി ആണ് സൈക്കോളജി നമ്മൾ കണ്ടത് അല്ലെ. ഇനി അത് ആ ഒരു സൈക്കോളജി എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ് പറയുമ്പോൾ ആരൊക്കെ വരും അവിടെ? ടീച്ചറും സ്റ്റുഡൻസും. മെയിൻ ആയിട്ട് ഒരു ക്ലാസ് റൂം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ ടീച്ചറും കുട്ടികളും ആണല്ലേ. അപ്പൊ ഒരു ടീച്ചർ സൈക്കോളജി എന്തിനാ പഠിക്കുന്നത്? കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ, കുട്ടികളുടെ രീതി മനസ്സിലാക്കാൻ. കാരണം ഒരു 50 കുട്ടികൾ ഉണ്ടെങ്കിൽ 50 പേരും 50 ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്, 50 ക്യാരക്ടർ ആയിരിക്കും. അവർക്ക് 50 പേർക്കും 50 രീതിയിലുള്ള പൊട്ടൻഷ്യൽ കപ്പാസിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ഓരോ കുട്ടിയെയും മനസ്സിലാക്കണമെങ്കിൽ ആ ടീച്ചർ അതിന്റെ സയന്റിഫിക് സ്റ്റഡി അറിഞ്ഞിരിക്കണം, ബിഹേവിയറിന്റെ സയന്റിഫിക് സ്റ്റഡി. അതുകൊണ്ടാണ് ഒരു ടീച്ചർ സൈക്കോളജി അറിഞ്ഞിരിക്കുന്നത്. ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ കോഴ്സിന്റെ ഭാഗമായിട്ട് ഏതൊരു ടീച്ചിങ് പ്രൊഫഷനിലും സൈക്കോളജിയുടെ പാർട്ട് പഠിക്കുന്നുണ്ട്. അതൊരു സബ്ജക്ട് സ്റ്റഡി പോലെ ചെയ്യാതെ അത് നമ്മൾ മനസ്സിലാക്കണം, ഒരു ലേണിംഗ് പ്രോസസ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകണം. കാരണം ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. നമ്മുടെ ലൈഫിൽ മാത്രമല്ല, നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ ലൈഫിലും അവരുടെ ഫാമിലിയിലും അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകും. പണ്ട് കാലത്ത് സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി എന്ന്, ആരെങ്കിലും കാണാൻ പോയി എന്ന് കേട്ട് കഴിഞ്ഞാൽ വളരെ പണ്ട് കാലത്തൊക്കെ പറയുന്നത്, ഓ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, വട്ടുണ്ട്, മാനസികമായൊരു പ്രശ്നമുണ്ട്, നമുക്കൊരു നെഗറ്റീവ് ഫീൽ ആയിരുന്നു അല്ലെ പണ്ട് പറയുമ്പോൾ. പക്ഷെ ഇപ്പൊ അതിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ജസ്റ്റ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് ഷെയർ ചെയ്യട്ടെ. ഇപ്പൊ അതിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി അല്ലെ. ആ ഒരു എന്താ പറയാ, നമ്മുടെ ലൈഫ് ഇപ്പം കുട്ടികൾക്ക് 10th എക്സാം ആവുമ്പോഴേക്കും അവർക്ക് ഈ ഒരു സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോതെറാപ്പി സെക്ഷനിൽ ക്ലാസ്സസ് എടുക്കുന്ന ആരെങ്കിലും കൊണ്ടുവന്ന് നമ്മൾ അവരുടെ ആ ഒരു സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പരീക്ഷ വളരെ ധൈര്യത്തോടു കൂടി എഴുതാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ രീതിയിലുള്ളൊരു ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും അല്ലെ. സൈക്കോളജിക്ക് അത്രയും ഒരു പോസിറ്റീവ് ആക്സെപ്റ്റൻസും പോസിറ്റീവ് ഇമ്പാക്ട് ഹ്യൂമൻ ലൈഫിലും ആയി തുടങ്ങി. കളിക്കാര് കളിക്കാൻ പോകുമ്പോൾ അവരുടെ മെയിൻ മാച്ച്, ഏത് മാച്ച് തന്നെയാണെങ്കിലും അവർ ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും. കാരണം അത്രയും പ്രഷറാണ് അവരുടെ വിൻ ചെയ്യുക എന്നുള്ളത്, അത്രയും പ്രഷർ അവർക്കുണ്ട്. അപ്പൊ അങ്ങനെ അവര് ഒരു മാച്ചിന് പോകുന്നതിന് മുമ്പ് അവര് ഡെഫിനറ്റ്ലി ഒന്നല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കണ്ട് അവരുടെ ഭാരം മുഴുവൻ ഇറക്കിയിരിക്കും. അവരുടെ ഒരു സ്ട്രെസ് അവർ റിലീഫ് ആകണം അവർക്ക്. എന്നിട്ടായിരിക്കും അവർ മാച്ചിലേക്ക് ഇറങ്ങുന്നത്. ക്രിക്കറ്റ് കളിക്കാരാണെങ്കിലും ഫുട്ബോൾ കളിക്കാരാണെങ്കിലും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കോച്ച് ഉണ്ടെങ്കിൽ കോച്ച് കുട്ടികളെ ഒന്ന് ഗ്രൂം ചെയ്യും അല്ലെ, അവരെ ഒന്ന് കോൺഫിഡന്റ് ആക്കും. അവരെ ആ ഒരു പ്രഷറിൽ നിന്നും അവരൊന്ന് റിലീസ് ചെയ്യിക്കണം അല്ലെ. ചെറിയൊരു പ്രഷർ നല്ലതാണ്, കാരണം ആ വിൻ ചെയ്യുന്നതിലേക്ക് എത്താനായിട്ട്. പക്ഷെ അല്ലാതെ അവര് സ്ട്രെസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് സൈക്കോളജിക്ക് ഇപ്പൊ ഒരു പോസിറ്റീവ് ഒരു ആക്സെപ്റ്റൻസ് തന്നെയുണ്ട്. അപ്പൊ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഇതിനെ അപ്ലൈ ചെയ്തപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടാണ് ആളുകൾ എടുത്തത്. കാരണം കുട്ടികളെ മനസ്സിലാക്കി കുട്ടികളെ പ്രോപ്പറായിട്ട് ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോകണം. അതിനായിരുന്നു എഡ്യൂക്കേഷണൽ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജി അപ്ലൈ ചെയ്തത്. യൂണിറ്റ് 6 അല്ലെ, പാർട്ട് 2, 6 അല്ല 7 അല്ലെ? 7 ആണ് മാം. യെസ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ അപ്ലൈ ചെയ്തതാണ്, സൈക്കോളജി അപ്ലൈ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ദാറ്റ് മീൻസ് അതൊരു അപ്ലൈഡ് സയൻസ് ആണ് അല്ലെ, ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് നമ്മൾ പറയുന്നത്. സോ ഇതൊരു അപ്ലൈഡ് സയൻസ് ആണ്. പിന്നെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് ആളുകൾ ഇതിനെ കണ്ടത്. സോ ഇറ്റ്സ് എ പോസിറ്റീവ് സയൻസ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ സൈക്കോളജി അപ്ലൈ ചെയ്തപ്പോൾ ആ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു പോസിറ്റീവ് സയൻസ് ആയിട്ട് മാറി. ആപ്ലിക്കേഷൻ ലെവലായതുകൊണ്ട് അപ്ലൈഡ് സയൻസ്, പോസിറ്റീവ് സയൻസ് ആയിട്ട് മാറി. പിന്നെ ഇതൊരു ഗ്രോയിങ് സയൻസ് ആണ്. നമുക്കറിയാം ഓരോ വർഷം കഴിയും തോറും എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലെ പല മാറ്റങ്ങൾ, അപ്ഗ്രഡേഷൻ നടക്കുന്നു. അപ്പൊ അപ്ലൈ ചെയ്ത സൈക്കോളജിയിലും ആ ഒരു അപ്ഗ്രഡേഷൻ നടക്കുന്നുണ്ടാവും. സോ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്
ഒരു ഗ്രോയിങ് സയൻസ്. പിന്നെ നമുക്കിവിടെ തിയറിയെ മാത്രം ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും കുട്ടികൾ മാറി മാറി വരിക, കുട്ടിക്ക് അനുസരിച്ചാണ് നമുക്ക് അവിടെ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് അതൊരു പ്രാക്ടിക്കൽ ബേസ്ഡ് ആണ്. തിയറിയെ മാത്രം ഇതാണ് തിയറി എഴുതി വെച്ചിരിക്കുന്നത്, ഇതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, ആ രീതിയിൽ നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല. സോ അതൊരു പ്രാക്ടിക്കലി ബേസ്ഡ് ആണ്, അല്ലാണ്ട് തിയറട്ടിക്കൽ ബേസ് അല്ല. തിയറട്ടിക്കൽ ബേസ് ആയിട്ടുള്ളതിനെ പറയുന്ന പേരാണ് നോർമേറ്റീവ് സയൻസ് എന്ന്. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് തിയറിയെ മാത്രം ഇതായിട്ട് പോകുന്നതല്ല. സോ അതൊരു നോർമേറ്റീവ് സയൻസ് അല്ല. ക്ലിയർ ആയി? ഒരു അപ്ലൈഡ് സയൻസ് ആണ്. എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊരു അപ്ലൈഡ് സയൻസ് ആണ്. ഇത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. സോ ഇറ്റ്സ് എ പോസിറ്റീവ് സയൻസ്. അറ്റ് ദ സെയിം ടൈം ഇതൊരു ഗ്രോയിങ് സയൻസ് ആണ്. അപ്ഗ്രേഡ് ചെയ്തും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നു ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസിൽ. സോ അതൊരു ഗ്രോയിങ് സയൻസ് ആണ്. ഇത് തിയറിയെ ബേസ് ചെയ്ത് മാത്രം ഫോക്കസ് ചെയ്യുന്നതല്ല. സോ അതൊരു നോർമേറ്റീവ് സയൻസ് അല്ല. ഓക്കെ, ഇതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ പ്രത്യേകത. അതൊക്കെ നമ്മൾ വരുന്നുണ്ട്. ഞാനതൊന്ന് തുടങ്ങിയപ്പോൾ അതൊന്ന് പറഞ്ഞത് മാത്രം ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, സോ എഡ്യൂക്കേഷൻ സൈക്കോളജി നിങ്ങൾക്ക് കാണാം, അതിന്റെ ഡെഫിനിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇവിടം വരെയും ആരെങ്കിലും ഒന്ന് വായിക്കാമോ? പറയാട്ടോ. ഈ റിലേഷൻഷിപ്പ് എക്സ്ട്രാ പാരന്റ് ടീച്ചർ ചൈൽഡ് റിലേഷൻഷിപ്പ് എക്സെട്ര എന്ന് പറഞ്ഞ് വരുന്ന പോർഷനില്ലേ, അവിടെ വരെ ഒന്ന് വായിക്കും. Educational psychology. Definition of educational psychology. Educational psychology is the application of psychological findings in the field of education. It is the systematic study of the development of the individual within the educational setting. According to Charles E. Skinny, educational psychology deals with the behavior of human beings in educational situations. Thus, educational psychology is a behavioral science with two main references: human behavioral and education. It aims to produce attractive changes in child for the all-around development of his personality. Thus, educational psychology is primarily concerned with understanding the process of teaching and learning that plays within formal surroundings and developing ways of improving those methods. It covers important topics like learning theory, teaching methods, motivations, cognitive, emotional, and moral development, parent-child relationship, etc. ഓക്കെ, സോ സൈക്കോളജിക്കൽ ഫൈൻഡിങ്സ് എഡ്യൂക്കേഷൻ ഫീൽഡ്സിൽ അപ്ലൈ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. എന്തിന്റെ? ഒരു എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ വരുന്ന ഒരു ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റ്. അവിടെ കുട്ടികളാണ്, കുട്ടികളുടെ ഡെവലപ്മെന്റിന്റെ സിസ്റ്റമാറ്റിക് സ്റ്റഡി, അതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. ചാൾസ് ഇ സ്കിന്നർ എന്നാണ് ആറും കൂടി ഉണ്ട് പറയുന്നത്. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ബിഹേവിയർ എവിടെ, എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസിൽ, അതിനെ പറ്റിയുള്ള അതിനെ ഡീൽ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജി എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിന്റെ ബിഹേവിയറിനെ ഡീൽ ചെയ്യുന്നു. അത് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലാകുമ്പോൾ, സിറ്റുവേഷൻസിലാകുമ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയായി മാറും. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ബിഹേവിയറൽ സയൻസ് ആണ്. അതിന് രണ്ട് മെയിൻ റെഫറൻസസ് ഉണ്ട്. ഒന്ന് ഹ്യൂമൻ ബിഹേവിയറിലും മറ്റത് എഡ്യൂക്കേഷൻ. ഹ്യൂമൻ ബിഹേവിയർ ഇൻ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് അല്ലെങ്കിൽ സിറ്റുവേഷൻസിൽ അതിന്റെ സ്റ്റഡിയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കുട്ടികൾ ഡെവലപ്പ് ആകുന്നു, അവരുടെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുന്നു, അല്ലെ, ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ നടക്കുന്നു, അവരുടെ ഒരു സ്വയമായിട്ട് ഉണ്ടാകുന്നു. ആ ഒരു രീതിയിൽ കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കി അവർക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് സാധാരണ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂം എന്നൊക്കെ പറയുമ്പോഴേക്കും എപ്പോഴും ഞാൻ മിക്ക സ്കൂളുകളിലും പോകുമ്പോൾ ടീച്ചേഴ്സിന്റെ ഒരു പതിവ് പല്ലവി കേൾക്കുന്നതാണ് കേട്ടോ.
പോർഷൻ തീർന്നിട്ടില്ല, പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം, പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം. കുട്ടികൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിനേക്കാളും അവരെ എംഫസൈസ് ചെയ്യുന്നത് പോർഷൻസ് തീർക്കണം, പോർഷൻസ് തീർക്കണം. പക്ഷെ ഈ പോർഷനിലൂടെ കുട്ടി എന്ത് മനസ്സിലാക്കി, അതിന് എന്ത് കിട്ടി എന്നുള്ളത് അവിടെ അനലൈസ് ചെയ്യുന്നില്ല. പല ലിമിറ്റേഷൻസ് കൊണ്ടാണ് കേട്ടോ. ടൈം ഇല്ല, സിലബസിന്റെ ആ ഒരു വലിപ്പം, അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട്, പിന്നെ പല അവധികൾ വരുന്നു, നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ടുള്ള കുറേ അവധികൾ വരുന്നു. അപ്പൊ ടീച്ചേഴ്സിനൊട്ടും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവർക്ക് അവരുടെ പോർഷൻസ് കവർ ചെയ്യാന്നല്ലാതെ വേറൊരു ഫോക്കസിലേക്ക് അവർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. എല്ലാ സബ്ജക്റ്റും അങ്ങനെയാണെന്നില്ല, എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണെന്നില്ല. എന്തോ സെക്കൻഡ് ടൈം ആകുമ്പോ ആർട്സ്, സ്പോർട്സ് അങ്ങനെ എല്ലാം വരുമ്പോ അവർക്ക് ടൈം കിട്ടാത്ത വരുമ്പോ ഇപ്പൊ പിള്ളേരും പറയും വേഗത്തിൽ ടീച്ചർ ക്ലാസ് വെക്കണേന്ന് പറയും. അതെ അതെ. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് വരും. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ആ ഒരു സിസ്റ്റം ഒന്നുകൂടെ പുനഃപരിശോധിച്ച് അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ മഴ അവധി കുറെ വന്നപ്പം ഒരു ഓപ്പൺ വോട്ട് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു വെക്കേഷൻ, വലിയ വെക്കേഷൻ ഈ ഒരു ടൈമിൽ കൊടുത്ത, കാരണം ഓൾറെഡി അവധി പോകുന്നുണ്ട്. അപ്പം ആ ഒരു ഏപ്രിൽ മെയ് എന്നുള്ളതിന് പകരം ജൂൺ, അങ്ങനെ മെയ് ജൂൺ അങ്ങനെയുള്ള രീതിയിൽ അവധി കൊടുക്കണോ എന്നുള്ള രീതിയിലൊക്കെ കുറെ ഡിസ്കഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ മെയ് നമുക്ക് അവധി തരുന്നതിന് കാരണം വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റ് അത്രയും ചൂടാണ്. പണ്ട് അങ്ങനെ ചൂടായതുകൊണ്ടൊന്നുമല്ല, അങ്ങനെ ഒരു രീതിയിലായിരുന്നു നമ്മുടെ ഇത് പോയിട്ടുണ്ടായിരുന്നത്. ജൂണിലാണ് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ മാർച്ചോടുകൂടി എക്സാംസ് എല്ലാം കഴിയുന്നു, ഏപ്രിൽ മെയ് വെക്കേഷൻ എന്നുള്ള രീതിയിൽ. പക്ഷെ കാലങ്ങൾ കഴിയുന്നതോറും ചൂട് കൂടി വന്നപ്പോൾ ഏപ്രിൽ മെയ് ഭയങ്കര ഒരു സ്ട്രഗിളാ. ഏപ്രിൽ മെയ്യില് എവിടെയെങ്കിലും പോയി കുറച്ച് സമയം ഇരിക്കുക എന്നുള്ളത് ഒക്കെ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അത് ഓക്കെ. സോ ഇപ്പൊ ഹ്യൂമൻ ബിഹേവിയർ എഡ്യൂക്കേഷൻ, ഇതാണ് ആ രണ്ട് റെഫറൻസസ്. കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റ്, അതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എയിം ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ടീച്ചിങ് ആൻഡ് ലേണിംഗ്, വൺ ഹൂ ഈസ് ടീച്ചിങ്, ടീച്ചറാണ് ടീച്ചിങ് അല്ലെ ചെയ്യുന്നത്. കുട്ടികൾ അവിടെ ലേൺ ചെയ്യുവാണ്, ഒരു ലേണിംഗ് പ്രോസസ് നടക്കുന്നു. ലേണിംഗ് ആ ഒരു പ്രോസസ്, അതിനെ പറ്റി ഡീൽ ചെയ്യുന്നു, അത് മനസ്സിലാക്കിക്കുന്നു. അങ്ങനെയാണ് പലപ്പോഴും ലേണിംഗ് പ്രോസസ് അല്ലെങ്കിൽ ആ ടീച്ചിങ് നടക്കുന്ന സറൗണ്ടിങ്സ്, പിന്നെ എന്തൊക്കെ മെത്തേഡ് യൂസ് ചെയ്ത് കുട്ടികളിൽ മാറ്റങ്ങൾ വരുത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ടീച്ചിങ് മെത്തേഡ്സ്, കുട്ടികളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം, ലേണിംഗ് തിയറി, പിന്നെ അവരുടെ ഇന്റലക്ച്വൽ ലെവൽ, കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, ഇമോഷണൽ, അതുപോലെ തന്നെ മോറൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം ആ ഒരു ലേണിംഗ് സിറ്റുവേഷൻ, ആ ഒരു എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിലാണ് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിലെല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നമുക്ക് മനസ്സിലായി എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ സൈക്കോളജി അപ്ലൈ ചെയ്തിരിക്കുന്നതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ആളുകൾ എന്ന് പറയുന്നത് കുട്ടികളാണല്ലേ. കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഓരോ ഇന്റർവെൻഷൻസും വയ്ക്കുന്നത്. അപ്പൊ ഒരു ടീച്ചർ എഡ്യൂക്കേഷൻ സൈക്കോളജിയെ കുറിച്ച് നല്ലപോലെ ഡീപ്പായിട്ടുള്ള നോളജ് ഉള്ള ടീച്ചർക്ക് അറിയാം മുന്നിൽ വരുന്ന കുട്ടിക്ക് അനുസരിച്ച് ആ കുട്ടിക്ക് ഏത് രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ് പ്രൊവൈഡ് ചെയ്യണമെന്ന് ടീച്ചർക്ക് മനസ്സിലാവും. അപ്പൊ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു ടീച്ചർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടിക്ക് ആ ഒരു ലേണിംഗ് പ്രോസസ് പ്രോപ്പറായിട്ട് ആ ഒരു മെത്തേഡ് അവന് മനസ്സിലാക്കി കൊടുക്കുന്നു. അതാണ് കുട്ടി ലേണിംഗ് പ്രോസസ്സിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു മോണ്ടിസോറി മെത്തേഡിൽ മുഴുവനും ആ ഒരു രീതിയിലാണ്. മുന്നിൽ വരുന്ന കുട്ടിയെ അനുസരിച്ചാണ് നമ്മൾ അവന് വേണ്ടുന്ന മെത്തേഡ് ഡിസൈൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ട്രഡീഷണൽ ടീച്ചേഴ്സും ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് അനുസരിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ചില കുട്ടികൾക്ക് വരയിലൂടെ ആയിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുക, കുഞ്ഞു കുട്ടികൾക്ക്. അപ്പൊ അവർക്ക് വരയിലൂടെ അവരെ ചിലപ്പോൾ എഴുതാൻ പഠിപ്പിക്കും. അങ്ങനെയൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ട് ടീച്ചേഴ്സ് പല കാര്യങ്ങളും ചെയ്യും. ചിലപ്പോൾ കളറിനോട് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും, അതിനനുസരിച്ച് കളറിന് അങ്ങനെ പല ആക്ടിവിറ്റി കൊടുത്ത് അങ്ങനെ ആ കുട്ടിയെ എന്താണോ, അതായത് നമ്മളൊരു സോർട്ട് അനാലിസിസ് എന്നൊക്കെ പറയുന്ന പോലെ കുട്ടിയുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുന്നു, വീക്ക്നെസ് മനസ്സിലാക്കുന്നു, കുട്ടിക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം അത് മനസ്സിലാക്കുന്നു, കുട്ടി ഏതെങ്കിലും രീതിയിലുള്ള ചലഞ്ച്, ത്രെറ്റ് നേരിടുന്നുണ്ടോ അത് നോക്കിയിട്ടൊക്കെ അങ്ങനെ അനലൈസ് ചെയ്ത് വലിയ
എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഒന്നും അല്ലാതെ നമുക്ക് അങ്ങനെ അനലൈസ് ചെയ്യാം ഒരു കുഞ്ഞുങ്ങളെ. അവന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും മനസ്സിലാക്കി അവന്റെ പോസിറ്റീവ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും നെഗറ്റീവിനെ ഓവർകം ചെയ്യാനായിട്ട് അവനെ ആക്കിയെടുക്കുക. അതാണ് ശരിക്കും നമ്മൾ എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഈ ബാക്കി വരുന്ന പോർഷൻസ് അടുത്ത ദിവസം എടുക്കാട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറ്റുമെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്സ് ഒന്ന് റീഡ് ചെയ്ത് വരിക. നിങ്ങൾക്ക് ഈ ക്ലാസ് ലീഡ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. നമുക്ക് എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. മോർ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് പോകാം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് പോകാം. ഓക്കെ ഫൈൻ. യെസ്, എന്താ നമുക്ക് അവിടെ സെറിമണി നടത്തത്തില്ലേ? അന്ന് ഞാൻ മാമിനോട് പറഞ്ഞ ഏത് മാസമായിരിക്കും എന്ന് ചോദിച്ചില്ലായിരുന്നോ? എന്തിന്റെ കാര്യം വരുന്നു ജോഫി? നമ്മള് എക്സാം കഴിഞ്ഞിട്ട് മറ്റേ സർട്ടിഫിക്കറ്റ് തരുന്ന പരിപാടി നടത്തത്തില്ലേ, സെറിമണി നടത്തത്തില്ലേ, കോൺവെക്കേഷൻ? അത് ഏത് മാസം വരുമെന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഏത് മന്ത് ആയിരുന്നു? ഞങ്ങള് മെയ് ലാസ്റ്റ്. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ നെക്സ്റ്റ് മെയിലായിരിക്കും. നെക്സ്റ്റ് മെയിലായിരിക്കും അല്ലേ? കാരണം വെച്ചാൽ ഇപ്പൊ ഒക്ടോബർ ബാച്ചിന്റെ മെയിൻ എക്സാം PG എക്സാം ഇപ്പൊ കഴിയുന്നേ ഉള്ളൂ. 1-ാം തീയതി കഴിയും. അവർക്ക് November 22 ആണ് കോൺവെക്കേഷൻ വരുന്നത്. നെക്സ്റ്റ് ബാച്ചിലേക്ക് അതിന് മുൻപിലേക്ക് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഏത് മന്ത് ആണോ നിങ്ങൾ ജോയിൻ ചെയ്തത് ആ മന്ത് എൻഡ് ആണ് ജോയിൻ ചെയ്തെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ആ മന്തിൽ തന്നെ ആയിരിക്കും. മെയ് ആണെങ്കിൽ മെയ് ക്വസ്റ്റ്യൻസ് അയക്കാം. ഓക്കെ, അപ്പൊ അതുപോലെ ആ രീതിയിൽ പ്ലാൻ ചെയ്ത് പോകുന്നത്. പിന്നെ നമുക്ക് ടേം 1 എക്സാമിനേഷൻ ആയിട്ടില്ലല്ലോ ഇതുവരെ. അപ്പൊ ടേം 1 ടേം 2ന്റെ ഒക്കെ ഒരു ഡേറ്റ് ആവുമ്പോഴാണ് നമുക്ക് കോൺവെക്കേഷന്റെ ഡേറ്റ് ഒരു ഉദ്ദേശം പറയാൻ പറ്റുള്ളൂ കറക്റ്റ് ആയിട്ട്. പറയണേ കേട്ടോ, തിരക്കായിട്ടൊന്ന് പറയണേ. പിന്നെ മിസ് നമ്മളിപ്പോ സ്കൂളിൽ ട്രെയിനിങ്ങിന് പോലെ ഇപ്പൊ എത്ര ദിവസം ട്രെയിനിങ്ങിന് പോകണം? എത്ര ദിവസം ക്ലാസ് എടുക്കണം? ശരിക്കും 10 to 15 days ഒക്കെ മതി. പക്ഷെ കുട്ടികൾ എന്നാലും ഒരു 1 month 2 months ഒക്കെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇനഫ് ടൈം ഉണ്ടെങ്കിൽ കൂടുതൽ ഡേ കൺവീനിയന്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ കൂടുതൽ ഡേയ്സ് ചെയ്യാം. നമുക്കപ്പോ ഫെബ്രുവരി മാർച്ച് ഒക്കെ ആവുമായിരിക്കും. ജനുവരി ഫെബ്രുവരി മാർച്ച്. നമ്മളിപ്പോ പാർട്ട് 2 അല്ലേ, നവംബർ പകുതിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പാർട്ട് 3 എത്തും. ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി അങ്ങ് കഴിയുന്നത് ഞാൻ നേരെ പാർട്ട് 3ലേക്ക് പോകും. ഒരു 2 classes കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. ഒരു നവംബർ ലാസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും പാർട്ട് 3 എത്തും. പാർട്ട് 3 തുടങ്ങി അതായത് മോണ്ടിസോറി മെത്തേഡ് അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ്. അത് മനസ്സിലായി കഴിയുമ്പോഴേക്കും പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് നമ്മുടെ മെത്തേഡ് ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ അപ്ലൈ ചെയ്യാലോ. കാരണം ഇപ്പൊ നമുക്ക് അറിയില്ലല്ലോ, അങ്ങനെ പഠിപ്പിക്കണം ഇത്ര ആയിട്ടില്ലല്ലോ, ഇപ്പോഴും അത് നമ്മളായിട്ടില്ലല്ലോ. അതാണ്. പിന്നെ അങ്ങനെ പോകുമ്പോ ശ്രദ്ധിക്കുക, സ്കൂളുകളിൽ ആനുവൽ ഡേ, പരീക്ഷ അങ്ങനെയൊക്കെ ടൈമൊക്കെ നോക്കണം. കാരണം ആനുവൽ ഡേ ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരെ കിട്ടില്ല. പിന്നെ അവരെ ഡാൻസ് പഠിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് ക്ലാസ് എടുക്കുന്ന ഒരു കാര്യം വരില്ല. അതുകൊണ്ട് അതൊക്കെ നോക്കുക. എക്സാം ടൈമിലൊക്കെ ആണെങ്കിൽ എക്സാം റിവിഷനും പിന്നെ അതുപോലെ തന്നെ എക്സാം ഡ്യൂട്ടിയൊക്കെ ആയിരിക്കും കിട്ടുള്ളൂ. അപ്പൊ നമുക്കൊരു റിസോഴ്സ് ആയിട്ടുള്ള ഡേയ്സ് നമുക്ക് കിട്ടില്ല. അപ്പൊ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ടൈം. അതുപോലെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് കുറേയായി, ഇതുവരെ മാർക്ക് വന്നിട്ടില്ല. എനിക്ക് മനസ്സിലായി. അത് നോക്കാം. കാരണം ഓരോ മന്തും ഓരോ ബാച്ചിന്റെ എക്സാംസ് വരുമ്പോഴേക്കും ഈ അസൈൻമെന്റ് നോക്കലങ്ങ് പെൻഡിങ് ആയിട്ടിരിക്കുക. ഓക്കെ, എക്സാമിന് അടുത്ത ആഴ്ച ഉണ്ടാവും പറഞ്ഞല്ലോ. നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് ഡേറ്റ് തന്നിട്ടുണ്ടോ? ഡേറ്റ് തന്നിട്ടില്ല. നെക്സ്റ്റ് വീക്ക് പറയാന്ന് പറഞ്ഞത്. ഏത് ഡേറ്റ് എന്ന് അറിയാൻ പറ്റുമോ? എനിക്ക് ഇതുവരെ ഡേറ്റിന്റെ കൺഫർമേഷൻ വന്നിട്ടില്ല. കാരണം ഇപ്പൊ ടേം 2ലെ സബ്ജക്ട് ടേം 1ലെ സബ്ജക്ട് എടുക്കുന്നല്ലേ ഉള്ളൂ. മീൻസ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഇപ്പൊ ഞാൻ എടുക്കുന്നു. വേറെ ഏതെങ്കിലും എടുക്കാത്ത ഏതെങ്കിലും ടോപ്പിക് ഉണ്ടോ? ഒരെണ്ണം കൂടി ഉണ്ട്. പിന്നെ അത് കഴിയണം എന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ 1 വീക്കിന് മുമ്പ് അറിയിക്കും. അറ്റ്ലീസ്റ്റ് 1 വീക്കിന് മുമ്പ് അറിയിക്കും. അതിന് മുമ്പ് പറ്റിയാൽ അതിന് മുമ്പ് അറിയിക്കും. അപ്പൊ ആ ഒരു പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിയണം. എന്നാൽ മാത്രമാണ് നമുക്ക് ടേം 1 എക്സാമിനേഷൻ നടത്താൻ പറ്റുള്ളൂ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ ദെൻ. ഓക്കെ, എന്റെ PM സൈൻ ഔട്ട് ഉണ്ടോ? അതെ മാം, അതെ മാം. സൈൻ ഔട്ട് ഉണ്ട്.
തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായിരം തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായിരം ആകാശ പുന്നാലിലകളിലായത്തിൽ തൊട്ടേ വരാം ആകാശ പുന്നാലിലകളിലായത്തിൽ തൊട്ടേ വരാം ലാ 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 ലാ. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാനിക്ക കയ്യാൽ തൊടാം മന്ത്രത്താൽ പായുന്ന കുതിരയെ മാനിക്ക കയ്യാൽ തൊടാം വെന്തൽകളിലാകുന്ന ശ്രുതിലയ മന്ദാരം പൂവിട്ട പാടുന്ന ശ്രുതിലയ മന്ദാരം പൂവിട്ട തളിയ ഊഞ്ഞാലേ പാടാമോ ഊഞ്ഞാലേ പാടാമോ ആ കയ്യിൽ നീ കയ്യിലൊരു ചിന്തയ്ക്കാത്ത നെല്ലിക്ക മണിക്കാർ തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി പെയ്യാലിതാ. താങ്ക് യു മാം. വെരി നൈസ്. ഓക്കെ then bye. താങ്ക് യു മാം. താങ്ക് യു മാം. Yes, ma'am.